Hello guys, welcome Son of Creation and Style. Today I am sharing with you gardening second part. മണി പ്ലാന്റിനെ കുറിച്ചൊരു കുഞ്ഞു ടിപ്സുകളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത്രയും കാലമായിട്ട് എൻ്റെ കൺമുമ്പിലൂടെ പോയിട്ടുള്ള കുറച്ച് മണി പ്ലാന്റുകളെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസ്, നമ്മളടുത്തുള്ള ഐഡിയാസിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണിത്. പ്രത്യേകിച്ച് യാതൊരു പരിചരണവും ഇല്ലാതെ ഉണ്ടാവും. വെള്ളത്തിലാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്ത് ഒരു ബോട്ടിലവിടെ വെച്ചാൽ ഉണ്ടായിക്കോളും. പിന്നെ നിലത്താണെങ്കിൽ അതാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞ് പീസ് വാങ്ങുമ്പോൾ ഒരു 10-40 രൂപയാണ് അതിനുണ്ടാവുക. അതിന് 2 ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങാം. അതല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ ഒരു പീസ് എടുത്തിട്ട് നേരെ മണ്ണിൽ കുഴിച്ചിടുക. പുറത്ത് പറമ്പിലോ അല്ലെങ്കിൽ മുറ്റത്ത് എന്തെങ്കിലും കോർണറിലൊക്കെ കുഴിച്ചിട്ടാൽ അത് പെട്ടെന്ന് വളർന്ന് വലുതായി ഒരുപാട് വലിയതാവും. ഇതുപോലൊക്കെ ആവും. വലിയ ലീഫും വലിയ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് ഓരോ ചെറിയ ചെറിയ പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ പിന്നെ അത് മറ്റേ ഇതിന് മുമ്പ് ഇതിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞു ലീഫുള്ള സംഭവങ്ങളായി കിട്ടും. അപ്പോൾ വീട്ടിലില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഉള്ളവർക്ക് ഇതുപോലെ ഉള്ള മരത്തിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും ഹാങ്ങിങ് ആയിട്ടും ചെറിയ പ്ലാന്റായി ചെറിയ പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. യാതൊരു പരിചരണവും ഇല്ലാതെ താനേ വളർന്നോളും. പ്രത്യേകിച്ച് അതിന് യാതൊരു സംഭവവും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മണി പ്ലാന്റ് അതേപോലെ ഏത് പ്ലാന്റ് ആയാലും വീട്ടിൽ ഇൻഡോറിൽ വെക്കുമ്പോൾ ഒരിക്കലും ബെഡ്റൂമിനകത്ത് നമ്മൾ ചെടി വെക്കാൻ പാടില്ല. കാരണം രാത്രി അതിൻ്റെ പ്രവർത്തനം നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഒരിക്കലും ബെഡ്റൂമിൽ വെക്കരുത്. ബാക്കി ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് മണി പ്ലാന്റ് വെക്കാം. ഇതൊരു കുഞ്ഞു മരമായിരുന്നു. അത് ഒരു ചെറിയ വള്ളി ആദ്യം കാണിച്ച പോലുള്ള ഒരു കുഞ്ഞു വള്ളി ഇവിടെ കൊടുത്തിട്ട് ഈ പിലാവിൻ്റെ ചോട്ടിൽ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതങ്ങോട്ട് ശരിക്കും ആ മരത്തിൻ്റെ ഫുള്ള് ഇതും വലിച്ചെടുക്കും അത് എന്നാണ് പറയുക. അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇത്രയും അപ്പോൾ ഇതുപോലെ കുഞ്ഞി വിരലിൻ്റെ അത്രയും തിന്നായിട്ടുള്ളൊരു പീസ് ഇവിടെ കൊടുന്ന് വെച്ചതാണ്. വെച്ച് കഴിഞ്ഞപ്പോൾ അതാ കണ്ടില്ലേ, ഇത്രയും ചെറുതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങോട്ട് വളർന്നു വന്നപ്പോൾ പിന്നാണ്ട് ബിഗായി. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര മേലെന്നാണെങ്കിലും അതിൽ വേരുകൾ താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ വന്നിട്ട് നിലത്തുള്ള ഫുള്ള് എന്താ പറയുക വളമയും കാര്യങ്ങളും വലിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് പൊതുവേ ഇത് ഒരു മരത്തുമ്പലം വെക്കാൻ സമ്മതിക്കില്ല. അതെന്തോന്ന് അറിഞ്ഞിട്ടില്ല, വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. തെങ്ങ് അങ്ങനത്തെ മരത്തിലൊന്നും ഒരിക്കലും വെക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഗോൾഡൻ മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ വേറൊരു ഷേപ്പുള്ളൊരു പ്ലാന്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ വെച്ചിട്ട് മരം തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്, അതായത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരുപാട് മേലേക്ക് കയറി പോയപ്പോൾ ഞാൻ അതിൻ്റെ തൂമ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വളർത്തണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് കയറിപ്പോയി ആകെ പ്രശ്നമായി പോകും. പിന്നെ ഇതിൻ്റെ ഏറ്റവും മേലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു വെള്ളമുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി അതുമെന്ന് അങ്ങോട്ട് പുതിയ ഇതിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റിലും പുതിയ മുളകളുണ്ടാവും. പിന്നെ നമുക്ക് ചെറുതായിട്ടുള്ള വള്ളികൾ കിട്ടും. പിന്നെ ബാക്കി വന്ന കുഞ്ഞു വള്ളികൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതും തന്നെ എന്താ പറയുക പെട്ടെന്ന് മുള പൊട്ടി റെഡിയാവും. അപ്പോൾ ഇതെന്താണെന്ന് പറയുക, ഇതിങ്ങനെ ആകെ ശോഷിച്ച് നിൽക്കുന്നത് ഇതിലിത്തിരി വെള്ളമുള്ളതാണ്. അപ്പോൾ വല്ല കാക്കിയും കാര്യങ്ങളും വെള്ളം കാണുമ്പോൾ അതിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വലിച്ച് പുറത്ത് കിടും. പിന്നെ വെള്ളം കുടിച്ച് പോകും. അപ്പോൾ അതവിടെ നിലത്ത് കിടക്കും. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ കാണുമ്പോൾ മാത്രമേ അത് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ വെക്കുള്ളൂ. ഇതുപോലെ ചെറിയ തിന്നായിട്ടുള്ള നാമ്പുകളുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കേട് വന്ന ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ ചുറ്റിയിട്ട് അതേമ പടർത്താനൊക്കെ നല്ലതാണ്. വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ, അതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇതാണ് മണി പ്ലാന്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്ലാന്റ്സിനോട് താല്പര്യമുള്ള കാര്യങ്ങളും ചെടിയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റുകളാണ് മെയിനായിട്ട്. ഇത്രയും സമയം ആരെങ്കിലും ഇതുവരെ കാണാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഓഫ് താങ്ക്സ്. ഓക്കെ, ബൈ.